ഈ കാണുന്നത് ഞാൻ റീസെൻ്റ്ലി 3700 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ഒരു വാട്ടർ പ്യൂരിഫയർ ആണ്. ഐ മീൻ ഇത് വർക്ക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുകൂടി വാട്ടർ പ്യൂരിഫൈ ചെയ്ത് വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദ ടേസ്റ്റ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദ ടേസ്റ്റ്. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആറ്റംബർഗിൻ്റെ ഇൻ്റലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ പറയും ഇവൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഇനി ഇവൻ്റെ ഈ സാധനം മേടിക്കുന്നതായിരിക്കും. ബട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് സമാധാനമായിട്ട് കേട്ടു നോക്കുക. വാട്ടർ പ്യൂരിഫയർ വീട്ടിനകത്തുള്ള എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, RO പ്യൂരിഫിക്കേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം അടിപൊളിയാവും, കിടിലം വെള്ളമാണ്, ഹെൽത്തി ആയിട്ടുള്ള വെള്ളമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ വീട്ടിൽ വരുന്ന വെള്ളം ലോ TDS ഉള്ള വെള്ളമാണെന്നല്ലോ. അതായത് TDS എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ അകത്ത് ഡിസോൾവ് ആയിട്ടുള്ള മിനറൽസ് പോലെയുള്ള സോളിഡ്സിനെ അളക്കുന്ന ഒരു ടേമാണ്. ലോ TDS ഉള്ളതാണെന്നുണ്ടെങ്കിൽ RO പ്യൂരിഫിക്കേഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടത്. കാരണം RO പ്യൂരിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അകത്തുള്ള മിനറൽസ് എല്ലാം പോകും. ഈ മിനറൽസ് പോയി കഴിഞ്ഞാൽ വെള്ളം അൺഹെൽത്തി ആവും. അൺഹെൽത്തി ആവും ഞാൻ പറയില്ല, ലെസ് ഹെൽത്തി ആവും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, പക്ഷേ നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് കിട്ടുന്ന മിനറൽസ് ഒന്നും ഇല്ലാതെ കുടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് മിനറൽ വാട്ടർ മേടിച്ച് കുടിക്കേണ്ടി വരും. അതുമാത്രമല്ല, നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ അകത്ത് ഒരു RO ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ വെയറൗട്ടായി പോകും. വെയറൗട്ടായി പോകുന്ന സമയത്ത് നിങ്ങൾ വാട്ടർ പ്യൂരിഫയറിനെ സർവീസ് ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, മേജർ ആയിട്ടുള്ള, അതായത് മാർക്കറ്റിലെ ലീഡിംഗ് ആയിട്ടുള്ള 20,000, 30,000, 10,000 ഒക്കെ ചാർജ് ചെയ്യുന്ന വാട്ടർ പ്യൂരിഫയിങ് കമ്പനീസ് വർഷം തോറും 5,000 മുതൽ 6,000 രൂപ വരെയൊക്കെയാണ്, എനിക്ക് തോന്നുന്നു 6,000 രൂപയ്ക്കാണ് സർവീസ് കോസ്റ്റ് ആയിട്ട് അവർ മേടിക്കുന്നത്. ഈവൻ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ അകത്തുള്ള ഫിൽറ്ററിന് ഒരു കുഴപ്പമില്ലെങ്കിലും ഒരു 6,000 രൂപ 7,000 രൂപ മേടിക്കും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന ആറ്റംബർഗിൻ്റെ ഇൻ്റലോൺ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ വരുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ അഡാപ്റ്റീവ് വാട്ടർ പ്യൂരിഫയർ ആണ്. എന്താണ് അഡാപ്റ്റീവ് വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തൊരു ഇൻ്റലിജൻറ്റ് ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. അതെന്താ ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ വാട്ടറിൻ്റെ TDS ലെവൽ ഇത് റിയൽ ടൈം അളന്നതിന് ശേഷം അത് തന്നെ ഡിസൈഡ് ചെയ്യും ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഫിൽട്രേഷൻ പ്രോസസ്സ് എന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തുനിന്ന് വരുന്ന വെള്ളം TDS ലോ ആയിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് UF ആൻഡ് UV ഫിൽട്രേഷൻ പ്രോസസ്സ് ആയിരിക്കും ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗുഡ് മിനറൽസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ TDS ഹൈ ആയിട്ടുള്ള, അതായത് ബോർവെൽ വെള്ളമൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂഷ്വലി TDS ഹൈ ആയിരിക്കും, അതായത് മിനറൽസ് ഒക്കെ കൂടുതലായിരിക്കും. ആ TDS ലെവൽ കൂടിയ വെള്ളം ഫിൽട്ടർ ഔട്ട് ചെയ്യാനായിട്ട്, അത് സേഫ് ആക്കാനായിട്ട് നമ്മുടെ ആറ്റംബർഗിൻ്റെ ഇൻ്റലോൺ വാട്ടർ പ്യൂരിഫയർ UVയും അതുപോലെ തന്നെ RO പ്യൂരിഫിക്കേഷൻ ആയിരിക്കും ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് വരുന്ന വെള്ളത്തിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ഏതാണോ ബെസ്റ്റ് ഫിൽട്രേഷൻ മെത്തേഡ് എന്നുള്ളത് പ്യൂരിഫയർ തന്നെ തീരുമാനിക്കും. നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 2 പ്രീ ഫിൽറ്റർ ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അത് 1,500 രൂപ വരും ഒരെണ്ണത്തിന്. അത് നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ബോക്സിൻ്റെ അകത്ത് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ ആറ്റംബർഗിൻ്റെ ടീം വന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ഓർഡർ ചെയ്ത് മേടിക്കുക, നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യുക, വന്ന് നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഈ വാട്ടർ പ്യൂരിഫയറിന് നോർമൽ വാട്ടർ പ്യൂരിഫയേഴ്സിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്ട്രാ ആഡ് ഓൺ ഫീച്ചേഴ്സും കുറച്ച് കൺട്രോൾസും ഉണ്ട്. ഒന്നാമത്തെ ഫീച്ചറാണ് അഡാപ്റ്റീവ് ഫ്ലോ മെത്തേഡ്. അഡാപ്റ്റീവ് ഫ്ലോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വെള്ളത്തിൻ്റെ സോഴ്സ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് വാട്ടർ പ്യൂരിഫയർ തന്നെ ചേഞ്ച് ചെയ്തോളും. ഇതിന് കാരണം എന്ന് വെച്ചാൽ ചില സ്ഥലത്ത്, ഇപ്പം ഞാൻ പണ്ട് താമസിക്കുന്ന സ്ഥലത്ത് മുനിസിപ്പൽ വാട്ടറും അതുപോലെ തന്നെ ടാങ്കർ വാട്ടറും കൂടി നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ സോഴ്സസ് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഫിൽട്രേഷൻ പ്രോസസ്സും ഇത് ഓട്ടോമാറ്റിക്കലി മാറ്റിക്കോളും. അടുത്ത് വരുന്ന ഒരു ഫീച്ചറാണ് ടേസ്റ്റ് ട്യൂൺ മോഡ്. എനിക്ക് ക്ലീൻ വാട്ടർ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടറിനേക്കാളും എനിക്ക് മിനറൽ വാട്ടറാണ് ഏറ്റവും ഇഷ്ടം. ആ ഒരു തിക്കൻഡ് ആയിട്ടുള്ള വെള്ളമാണ് എനിക്ക് ഏറ്റവും കുടിക്കാൻ ഇഷ്ടമുള്ളത്. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് ഭയങ്കര ചെറിയൊരു എനിക്ക് കയ്പ്പ് ഫീൽ ചെയ്യും കേട്ടോ വെള്ളത്തിൽ. ആ കയ്പ്പ് രസമുള്ള വെള്ളമാണ് ചിലർക്ക് ഇഷ്ടം. ഈ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ കൂടെ ആറ്റംബർഗ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നമുക്ക് ഫോണിൽ കിട്ടും. ആ ആപ്പിൻ്റെ അകത്ത് നമുക്ക് ഇത് TDS ലെവൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു കൊഴുത്ത വെള്ളവും അല്ലാത്ത വെള്ളവും വരുന്നതെന്ന് പറഞ്ഞാൽ ഈ TDS ലെവൽ ലോ ആവുന്നതും ഹൈ ആവുന്നതും ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള TDS ലെവലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ TDS ലെവൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ വെള്ളം ഭയങ്കര ലൈറ്റായിട്ട് ഉള്ള വെള്ളമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TDS ലെവൽ 120 ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള വെള്ളം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റുള്ള വെള്ളം കിട്ടും. ഇനി ആറ്റംബർഗ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഈ ആപ്പ് ഭയങ്കര അടിപൊളി, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ആറ്റംബർഗ് ആപ്പിൻ്റെ അകത്ത് നിങ്ങളുടെ ഫിൽറ്ററിൻ്റെ ഹെൽത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ TDS സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ വാട്ടറിൻ്റെ TDS ലെവൽ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. വാട്ടർ ഹെൽത്ത് കാണാൻ പറ്റും. പ്യൂരിഫയർ കറക്റ്റായിട്ടാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് അതിനകത്ത് അറിയാൻ പറ്റും. ഇതിനകത്ത് പിന്നെ ഒരു വെക്കേഷൻ മോഡുണ്ട്. ഈ വെക്കേഷൻ മോഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ 7 ദിവസവും നമ്മുടെ ഫിൽറ്ററിനെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കി വയ്ക്കും.
യൂഷ്വലി നിങ്ങളിപ്പോൾ ഒരു മാസമൊക്കെ ഒരു വെക്കേഷന് പോകുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് അതിനകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിനകത്ത് ഫിൽറ്ററിൽ കുറേ സാധനങ്ങൾ അടിഞ്ഞുകൂടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഫിൽറ്റർ ഊരി കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി കറക്റ്റായിട്ട് ഫിൽറ്റർ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ പറയുന്നത് ആറ്റംബർഗിൻ്റെ ഈ ഇൻ്റർലോൺ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ ഒരു വർഷം ഏകദേശം 10,000 ലിറ്റർ വെള്ളം സേവ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഈ ഒരു വാട്ടർ പ്യൂരിഫയർ RO ഫിൽറ്റർ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ ഉപയോഗിക്കാനായിട്ട് പറ്റും. ആവശ്യമില്ലാത്ത കേടുപാടുകളും ഫിൽറ്റർ ചേഞ്ച് ഒന്നും വരില്ല. നമ്മൾ എക്സ്റ്റേണൽ ടൂൾ വെച്ചിട്ട് TDS ചെക്ക് ചെയ്ത സമയത്ത് ആപ്പിൽ കാണിക്കുന്ന അതേ TDS ലെവൽ തന്നെയാണ് നമ്മൾ എക്സ്റ്റേണൽ ടൂൾ വെച്ച് നോക്കിയ സമയത്തും കാണാനായിട്ട് സാധിച്ചത്. ആൻഡ് ഈ ഒരു വാട്ടർ പ്യൂരിഫയറിന് 2 ഇയർ വാറണ്ടിയോട് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് 2 വർഷത്തേക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് പേടിക്കേണ്ട. ഈ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 17,999 രൂപയാണ്. ആൻഡ് ഈ ഫീച്ചേഴ്സ് എല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് ഒരു ആപ്പ് കൺട്രോളൊക്കെ കിട്ടുന്നതുകൊണ്ട് വർത്ത് ആയിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് കുറേ വാട്ടർ പ്യൂരിഫയറിൻ്റെ റേറ്റ്സ് പറയുന്നുണ്ടായിരുന്നു. ടോട്ടലി നട്ട്. എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോണിൽ നിന്നോ അതുപോലെ തന്നെ ആറ്റംബർഗിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ മേടിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ വീട്ടിൽ ആകെ വേണ്ട ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റപ്പിന് വേണ്ടിയിട്ട് ഒരു 2.4 GHz ഒരു വൈഫൈ സെറ്റപ്പ് അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ വേണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംബർഗിൻ്റെ ഇൻ്റർലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, മിനറൽസ് മെയിൻറ്റെയിൻ ചെയ്ത്, എന്നാൽ നിങ്ങളുടെ എത്ര അൺഹെൽത്തി വെള്ളമാണെങ്കിലും ഹെൽത്തി ആക്കി അതിനെ സേഫ് ആക്കി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സർവീസ് കോസ്റ്റ് എല്ലാം സ്കിപ്പ് ചെയ്ത് വെർത്ത് ആയിട്ടുള്ളതും, അതായത് ഫസ്റ്റ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും വരാത്ത ഒരു വാട്ടർ പ്യൂരിഫയർ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വാട്ടർ ഹെൽത്ത് കുറവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ പറയാലോ, ലോങ് ടേം ഇഷ്യൂസ്, നിങ്ങളുടെ ലൈഫിൽ വരുന്ന പല ലോങ് ടേം ഇഷ്യൂസും ഏറ്റവും കൂടുതൽ വരുന്നത് വെള്ളത്തിൽ നിന്നാണ്. സോ ബി സേഫ്. യെസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.